എന്തേ അയ്യൂബ് ഖാനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞില്ലല്ലോ. നീ വലിയതായിട്ട് ഞങ്ങളെ കുറെ പെണ്ണുങ്ങളെയൊക്കെ മോശം പറഞ്ഞിരുന്നല്ലോ. അതിന് ഉത്തരം പറയാനില്ലേ നിനക്ക്? നീ വലിയ ഗ്രൂപ്പിൽ വന്നതായിരുന്നല്ലോ. ഇപ്പം ഹൈറിച്ച് വിട്ട് ഓക്സിജനോല് പോയി ചേക്കേറിയ നീ ഹൈറിച്ചിന് വേണ്ടി എന്തിനാണോ സംസാരിക്കാൻ വരുന്നത്? അതും ഞങ്ങളിപ്പം ഞങ്ങളുടെ പണമാണ്. നീ ഞങ്ങളെപ്പോലെ ഒരു നിക്ഷേപകൻ മാത്രമാണ്. ആ നിക്ഷേപകനായ നീ ഞങ്ങളെപ്പോലെയുള്ള നിക്ഷേപകര് ഞങ്ങളുടെ പണം കിട്ടാൻ വേണ്ടി കൊടുത്ത കംപ്ലൈന്റിന് നീ ആരോടോ ഇതൊക്കെ പറയാൻ? ഉത്തരം പറ. നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലിരിക്കണ നിന്റെ അമ്മയും നിന്റെ പെങ്ങളും നിന്റെ ഭാര്യയും അവരെ വെറുതെ പറയിപ്പിക്കരുത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ. ഇനി മേലാൽ നിന്റെ നാക്ക് നിമ്മാതിരി എന്തേലും വന്നാണ്ടല്ലോ, കാണിച്ചു തരാം അന്നേരം. നീയും ഈ ബിസിനസ്സിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നതല്ലേ. നീയും ഈ കമ്പനിയുടെ ഓണറൊന്നും അല്ലല്ലോ, നിക്ഷേപകനല്ലേ. ആ നിക്ഷേപകനായ നീ ഞങ്ങളെപ്പോലെയുള്ള കുറെ ആൾക്കാര് പണം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാര് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് എവിടെയെങ്കിലും പരാതി കൊടുത്തോ കേസായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പണം തിരിച്ചു കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു പറ്റം ചെന്നായ്ക്കള് ഇപ്പോഴും ആട്ടിൻതോലിട്ടിട്ട് വലിയ നല്ലവന്മാരെ മാതിരി അഭിനയിച്ച് ഇതേപോലെയുള്ള കുറെ ഗ്രൂപ്പിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കാത്ത കമ്പനിയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും പരത്തി അവരെ വെറുതെ പിടിച്ചു വെച്ചിരിക്കുന്നു. ആ പണം കിട്ടാനുള്ള ഒരു ചാൻസ് പോലും നിങ്ങൾ അവർക്ക് ഇല്ലാണ്ടാക്കണോ? എന്നിട്ട് ഞങ്ങളുടെ പണം കിട്ടാൻ വേണ്ടി ഒരു പരാതി കൊടുത്തതിന് നീ എന്താടാ പറഞ്ഞ്? നീ എന്താ പറഞ്ഞ്? ധൈര്യം ഉണ്ടോ നിനക്ക് അതൊന്ന് ഇനിയൊന്ന് പറയാൻ? നീ ഇനി എവിടെങ്കിലും സോഷ്യൽ മീഡിയയിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ, അതിനുള്ള പണി നിനക്ക് അവിടെ കിട്ടും. നിന്റെ വീട്ടിൽ ഞങ്ങൾ വരും. നാക്ക് ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു ഉപയോഗിച്ചോണ്ടോ. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. നിന്റെ വീട്ടിൽ നിന്നെ പ്രസവിച്ചത് ഒരു സ്ത്രീയാണ്. നിന്നെ വളർത്തിയതും ഒരു സ്ത്രീ. നിന്റെ കൂടെ കിടക്കുന്നുള്ളതും ഒരു സ്ത്രീ. നിന്റെ കുഞ്ഞിന്റെ അമ്മയും സ്ത്രീയാണ്. നിന്റെ പെങ്ങളും സ്ത്രീയാണ്. മര്യാദയ്ക്ക് സ്ത്രീകളോട് പെരുമാറിയിട്ടില്ലെങ്കിൽ അന്നേരം കാണിച്ചു തരാം. ഷാജിദ മാഡം, ഞാൻ മാന്യനാണെങ്കിൽ വളരെയധികം നല്ല മാന്യനാണ്. എൻ്റെ മാന്യത വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എത്രത്തോളം മോശമാണെന്നുള്ളത്. ഷാജിദ മാഡം, ഞാൻ മാന്യനാണെങ്കിൽ വളരെയധികം നല്ല മാന്യനാണ്. എൻ്റെ മാന്യത വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എത്രത്തോളം മോശമാണെന്നുള്ളത്. ഞാൻ തന്നെയാ. അടിപൊളി.